Hi dears, welcome back to English online class. Today we can go through the remaining part of Asha Purna's Devi's interesting short story Matchbox. The previous class we reached up the paragraph, if she mentioned it first he tries to laugh it away, and if laughter doesn't get him out of deep water he scolds her. നമ്മൾ പറഞ്ഞെന്താ വെച്ചാല് ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, നൊമിത ഈ കത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, ആദ്യം അവനതൊരു ചിരിച്ചു തള്ളാനുള്ള ശ്രമം നടത്തും. പിന്നീട് അത് നടക്കൂല, വഴക്ക് നൊമിതയുടെ ഭാഗത്തുനിന്ന് കൂടുകയാണെങ്കിൽ അവനൊരു കള്ളക്കണ്ണീരൊക്കെ പൊഴിക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗം നോക്കാം. ഇതുവരെ എടുത്ത പാർട്ടിലെ നൊമിത, അജിത്ത്, അതിന് പുറമെ ആ ഒരു വാഷർമാൻ, ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആയിരുന്നു എൻ്റർ ചെയ്തത്. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി, അവള് ശരിക്കും ഒന്ന് ആ സീറ്റിലേക്ക് ഒതുങ്ങിയേണ്ടിയിരുന്നു. ഫോർ എ മിനിറ്റ്, ഒരു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം, ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ, അവൾ ആ ലെറ്ററിലൂടെ, ഇതുവരെ അതിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും അഡ്രസ്സും മാത്രമേ നോക്കിയിട്ടുള്ളൂ, അവൾ ആ ലെറ്റർ ഒന്ന് വായിക്കുകയാണ്. ഇറ്റ് ഈസ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് നത്തിങ് മച്ച്, അതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എന്താണ്? എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ, നൊമിതയുടെ അമ്മ എഴുതിയ ഒരു കത്താണ്, അമ്മയുടെ ഒരു കത്താണ് എന്ന് മാത്രം. ഇറ്റ് ഈസ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventually her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc., etc. അപ്പോൾ കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കത്തിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. കത്ത് തുടങ്ങുന്നത് അവളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് സ്പീച്ച്, ആ പതിവ് സംസാരം. ഒരു കത്ത് തുടങ്ങുമ്പോൾ പതിവായിട്ട് എന്താണോ അതേ രീതിയിൽ തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഒരു കത്ത് തുടങ്ങുമ്പോൾ എന്തൊക്കെയുണ്ട്, അവിടെ സുഖമാണോ, എനിക്കിവിടെ സുഖം തന്നെ എന്നൊക്കെ പറഞ്ഞതുപോലെ അമ്മയുടെ കത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ പതിവ് രീതിയിൽ തന്നെയാണ് കത്ത്. എങ്ങനെ? ദ ഗുഡ് വുമൺ ഹാസ് വൺസ് അഗെയിൻ പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ്. ആദ്യം തന്നെ ആ റെക്കോർഡുകളാണ്ട് പ്ലേസ് നിരത്തുകയാണ്. എന്തൊക്കെയാണ്? ദ ന്യൂസ് ഓഫ് ഹെർ വാരിയസ് ഹാർഡ്ഷിപ്സ്. ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. കുറെ ബുദ്ധിമുട്ടുകളാണ് ആദ്യം കത്തില്. എന്താണ് ഇപ്പൊ എന്നെ വിളിക്കാറില്ലല്ലോ, അനക്ക് പിന്നെ വേണ്ടല്ലോ എന്നൊക്കെയുള്ള കുറെ വേവലാതികൾ, ഹാർഡ്ഷിപ്സ് ആണ്, കഷ്ടപ്പാടുകളാണ്. ആൻഡ് കംപ്ലൈൻസ്, പിന്നെ പരാതിയാണ്, കുറെ പരാതി, എന്നെ വേണ്ടല്ലോ എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാതി. ഗെറ്റിംഗ് വേഴ്സ്, അതങ്ങനെ മോശമായ രീതിയിൽ പോവുകയാണ്. ഓക്കെ, അപ്പൊ അമ്മ ആ വിഷമൊക്കെയാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. പിന്നെ എന്നെ വിളിക്കണില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള കുറെ പരാതികളാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ. മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ദുരന്തം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദുരന്തത്തിനു മുകളിൽ ദുരന്തം എന്നോണം കത്ത് തുടരുകയാണ്. കഷ്ടപ്പാടുകളാണ് എങ്കിലും കഷ്ടപ്പാടുകൾക്ക് മുകളിൽ വലിയ കഷ്ടപ്പാട്, ദുരന്തത്തിന് മുകളിൽ വലിയ ദുരന്തം എന്നോണം. എന്താ? ദ സീലിംഗ് ഓഫ് ഹെർ റൂം, അവൾ കിടക്കുന്ന അവളുടെ വീട്ടിലെ ആ റൂമിന്റെ സീലിംഗ്, മേൽക്കൂര, ഈസ് ക്രാക്ക്ഡ്, അത് പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ദ റെയിൻ വാട്ടർ ഫാൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. മഴവെള്ളം അതിലൂടെ, സ്ട്രീം പറഞ്ഞാൽ അരുവി എന്നാണ് അർത്ഥം, ഒരു അരുവി പോലെ റൂമിലേക്ക് ഒലിച്ച് വരുന്നുണ്ട്. മഴ പെയ്താൽ ആ വെള്ളം മുഴുവൻ എവിടെയാണ്? അവൾ കിടക്കുന്ന റൂമിന്റെ സീലിംഗ് പൊട്ടിയ ആ ഭാഗത്തുകൂടെ ഉള്ളിലേക്ക് ഒരു അരുവി പോലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റീമെയ്ഡഡ്, വളരെ പെട്ടെന്ന് ഇത് റീമെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ, റീമെയ്ഡ് പറഞ്ഞാൽ നന്നാക്കുക, അത് നന്നാക്കിയിട്ടില്ലെങ്കിൽ, ആ പ്രശ്നം ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ,
എന്ത് സംഭവിക്കുന്നതാണ്? ഷീ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയിറ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. അവൾ പറയാണ് ഷീ വിൽ ഹാവ് ടു ഡൈ, അവൾ തീർച്ചയായും മരിച്ചു പോകും. എങ്ങനെ? ക്രഷ്ഡ് അണ്ടർ ദ വെയിറ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. ഒരു മേൽക്കൂര മൊത്തം ഇടിഞ്ഞു തമർന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ക്രഷ്ഡ്, അതിന്റെ ഉള്ളിൽ പെട്ടിട്ട് ഞെരിഞ്ഞമർന്ന് ഞാൻ മരിച്ചു പോകും എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഷീ ഡസ് നോട്ട് റീഡ് ദാറ്റ് ഇവൻച്വലി. എന്താ? തീർച്ചയായിട്ടും എന്താ? ഷീ ഡസ് നോട്ട് റീഡ് ദാറ്റ് ഇവൻച്വലി. ആത്യന്തികമായിട്ടുള്ള അവളുടെ ആ ഉത്കണ്ഠ അറിയിക്കുകയാണ്. ഹെർ ഡോട്ടർ ഈസ് എ ക്യൂൻ. അവൾ പറയാണ്, എന്റെ മകളെ നീ ഒരു ക്യൂൻ, ഒരു രാജകുമാരിയാണ്. ഹെർ സണിൻ ലോ, അവളുടെ ഭർത്താവാണെങ്കിലോ, എന്റെ മരുമകനാണെങ്കിലോ എങ്ങനെയാണ്? ഹൈ മൈൻഡഡ് ലാർജ് ഹേർട്ടഡ് ആണ്. ഉന്നത മനസ്സിന്റെ ഉടമയും വിശാല ഹൃദയ ഉള്ള പയ്യനാണ് എൻ്റെ മരുമകന്. ദർഫോർ എക്സെട്ര, അങ്ങനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് പിന്നെ ആ കത്ത് അവസാനിക്കുന്നത്. അപ്പൊ കത്ത് നോക്കുക, തുടക്കത്തില് അമ്മയ്ക്ക് കുറെ വേവലാതികളാണ്, കഷ്ടപ്പാടുകളാണ് പറയാനുള്ളത്. പിന്നെ കുറെ കംപ്ലൈന്റുകളാണ്. കുറെ കാലമായില്ലേ വിളിച്ചിട്ട്, നിനക്ക് എന്നെ വേണ്ടാതായോ എന്നൊക്കെയുള്ള പതിവ് രീതിയാണ്. പിന്നീട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്താ? ദുരന്തത്തിന് മുകളിൽ ദുരന്തം എന്നോണം എൻ്റെ വീടില്ലേ, ഞാൻ കിടക്കുന്ന റൂമിന്റെ ആ സീലിങ്ങിന്റെ ഭാഗത്ത് തന്നെ ഒരു പൊട്ടല്. അതിലൂടെ മഴവെള്ളം അരുവി കണക്കപ്പ റൂമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതൊന്ന് നന്നാക്കിയിട്ടില്ലെങ്കിലോ സ്ഥിതിഗതികൾ ആകെ വഷളാകും. ഞാൻ ഇതിന്റെ ചോട്ട് ഈ മേൽക്കൂരയ്ക്കുള്ളിൽ പെട്ട് ഞെരിഞ്ഞമർന്ന് മരിച്ചു പോകും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവരൊന്ന് പുകഴ്ത്തുകയാണ്, എൻ്റെ മോളൊരു രാജകുമാരിയാണ്, മാത്രമല്ല എൻ്റെ മകളെ കല്യാണം കഴിച്ച് എനിക്ക് കിട്ടിയ എൻ്റെ മരുമകൻ അവനാണെങ്കിലോ വിശാലമായ ഹൃദയം ഉള്ള നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് എന്നൊക്കെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ടാണ് ആ കത്ത് മുന്നോട്ട് പോകുന്നത്. An indigent widow without husband or son, she has successful in convincing her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she is been finding such opportunities all along. ഭർത്താവില്ലാത്ത, വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, രണ്ടും പറയുന്നുണ്ട്. ആൺകുട്ടികളും ഇല്ല, ഭർത്താവും ഇല്ല. ഷീ വാസ് സക്സസ്ഫുൾ, എന്നിട്ടും അവള് സക്സസ്ഫുൾ, വിജയം കണ്ടിട്ടുണ്ട്. എങ്ങനെ? ഇൻ കൺസിങ്ങിങ് ഹെർ ഡോക്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. ആ വാക്കൊന്ന് നോക്കുക, സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. ലുക്ക് കൊണ്ട് മാത്രം, ഭംഗി കൊണ്ട് മാത്രം എൻ്റെ മകളെ, അതായത് എൻ്റെ മകളുടെ ഭംഗി കൊണ്ട് മാത്രം അവളെ ഒരു വെൽത്തി ഫാമിലിയിലേക്ക്, ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് കൊടുത്തയക്കാൻ സാധിച്ചു. അച്ഛനില്ല, ആൺമക്കളില്ല, ദരിദ്രയായ സ്ത്രീയാണ്. എന്നിട്ടും നൊമിത ഭയങ്കര സുന്ദരിയാണ് എന്നതുകൊണ്ട് അവൾക്ക് എന്ത് കിട്ടി? ഒരു അജിത്തിനെ പോലെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അവൾക്ക് സാധിച്ചു. അതിൽ അവള് വിജയം കണ്ടു എന്നുള്ളതാണ്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. അതൊരു വലിയ കാര്യം തന്നെ, നല്ലൊരു സമ്പന്ന കുടുംബത്തിലേക്ക് മകളെ അയക്കാൻ പറ്റി എന്നുള്ളത്. പക്ഷേ അവളുടെ ആ ക്രെഡിറ്റ് എടുക്കുന്ന സ്വഭാവം, കടം മേടിക്കുന്ന സ്വഭാവം, ആരുടെ മുന്നിൽ നിന്നും കടം കൈക്കലാക്കുന്ന, പൈസ കയ്യിലാക്കുന്ന ആ സ്വഭാവം അതിപ്പോഴും നെവർ സ്റ്റോപ്പ്, നിർത്തിയിട്ടില്ല. അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം വന്നാൽ മതി. ഇപ്പൊ ഇവിടെ ഒരു അവസരം ഉണ്ട് ഈ കത്തില്, എന്താ? ക്രാക്കിൽ ഒരു പൊട്ട് വീണിട്ടുണ്ട്. ആ പൊട്ട് വീണോടത്ത് കൂടെ വെള്ളം റൂമിലേക്ക് പതിക്കുകയാണ്. അത് പൊട്ടി വീണിഞ്ഞ അവര് മരിക്കുന്നു വരെ കത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയിരിക്കുകയാണ്. ഫോർ ഹെർ സ്കിൽ ഇൻ ദ മാറ്റർ, അതിലൊരു പ്രത്യേക സ്കിൽ അവൾക്കുണ്ട്. ചെറിയ ഓപ്പർച്യൂണിറ്റി വലിയൊരു പ്രശ്നമാക്കി മാറ്റി ഒരു വലിയ എമൗണ്ട്, ഈ പതിവ് രീതിയാണ് നൊമിതയുടെ ഭർത്താവിൽ നിന്ന് കുറച്ച് പൈസ കൈക്കലാക്കണേ. അപ്പൊ അതാണ് അവര് നോക്കുന്നത്. ആൻഡ് ഷീ ഈസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. അതിൽ പറയാണ്, ആൻഡ് ഷീ ഈസ് ബീൻ ഫൈൻഡിങ്, അവൾ എപ്പോഴും
കണ്ടെത്തിക്കൊണ്ടിരിക്കും സച്ച് ഓപ്പർച്യൂണിറ്റീസ് ആൾ അലോങ്. ഏത് നേരത്തെ അവളെ പണിയതാണ്, എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ നോക്കിയിരിക്കുക. അങ്ങനെ അവസരം കിട്ടിയ അപ്പൊ കത്തെഴുതും, പൈസയുടെ കാര്യം പറയും, ബുദ്ധിമുട്ടാണ്, ഇന്നെ നോക്കണില്ല എന്നൊക്കെ പരാതിപ്പെട്ട് സങ്കടപ്പെട്ട് അവസാനം മക്കളെ പറ്റി 2 പുകഴ്ത്തലൊക്കെ പുകഴ്ത്തിയിട്ടാണ് കത്തുണ്ടാവാറ്. ഇതും അതേപോലെ തന്നെയാണ്. ഇപ്പോ മേൽക്കൂരയിലെ പൊട്ടാണ് സ്ലൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ചെറിയൊരു അവസരമാണ്, പക്ഷെ അത് വലിയൊരു സംഭവമാക്കി കത്തെഴുതി വിഷമം ഉണ്ടാക്കി. ഇനിയിപ്പോ എന്താ, കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം.